അതിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം മഹത്വപ്പെട്ടിട്ട് അനുഗ്രഹീതമാകുന്ന ഈ ദിവസത്തിൻ്റെ പ്രത്യേക സമയത്ത് ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്ന കർത്താവിൻ്റെ സഭയോടൊപ്പം കർത്തൃദാസന്മാരോടും ദൈവമക്കളോടൊപ്പം കർത്താവിനെ ആരാധിപ്പാനും ദൈവത്തിൻ്റെ വിശുദ്ധ വചനവുമായി നിങ്ങളെ ശുശ്രൂഷിപ്പാനും ദൈവം അനുവദിച്ച വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ചും ദൈവസഭ ഈ ദിവസങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവം ബലവും ആശ്വാസവും ധൈര്യവും ഉറപ്പും നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്ര നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. നിത്യമായതും നിലനിൽക്കുന്നതുമായ ഒന്നിനു വേണ്ടിയാണ് നമ്മുടെ യാത്ര നാം തുടരുന്നത്. ഈ യാത്രയിൽ പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ ഒരുപക്ഷെ ജീവിത സാഹചര്യത്തിൽ കടന്നു വന്നെന്ന് വരാം. എങ്കിലും നമ്മുടെ കർത്താവ് നമ്മെ കൈപിടിക്കുന്ന ദൈവമാണെന്നുള്ള ആ തിരിച്ചറിവോടുകൂടെ വിശ്വാസത്തിൽ മടുത്തു പോകാതെ നമ്മുടെ പ്രയത്നങ്ങൾ കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ സകല പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ പ്രത്യേക ദിവസങ്ങൾക്ക് വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ദൈവം ഇടപെട്ട ഒരു ദൂത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഇടപെട്ട ഒരു വാക്യമുണ്ട്. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. അവിടെ കർത്താവ് പുരുഷാരത്തോട് പറയുന്ന വാക്കാണ്, പുരുഷാരത്തെ കണ്ടാറെ അക്കരയ്ക്ക് പോകുവാൻ കൽപ്പിച്ചു. ലെറ്റ് us go across to the other side. ദൈവത്തിന് സ്തോത്രം. മത്തായി 4-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിലും ഈ കാര്യം തന്നെയാണ് പറയുന്നത്. ലെറ്റ് us go across to the other side. ദൈവത്തിന് സ്തോത്രം. ഇതിൻ്റെ അപ്പുറം കടക്കുക, ഇതിൻ്റെ അക്കരക്കരയിലേക്ക് പോവുക. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അവരോടും പറയുന്നത് ലെറ്റ് us go out into the middle of the lake and go down എന്നല്ല പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ കടലിൻ്റെ നടുക്കോട്ട് എന്ന് അവിടെ മുങ്ങിത്താഴാനല്ല പറയുന്നത്. എ ഡെസ്റ്റിനേഷൻ ഈസ് ഗ്യാരണ്ടീഡ്, ദ അതർ സൈഡ് ഓഫ് യുവർ ലൈഫ്. ദൈവത്തിന് സ്തോത്രം. ദൈവം പറയുക, നിങ്ങൾക്ക് ഇതിനപ്പുറത്തൊരു കര ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഈ കരയിലും അല്ല നിങ്ങൾ അവസാനിക്കത്തില്ല, ഈ നടുക്കടലിലും നിങ്ങൾ അവസാനിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. യുവർ ഡെസ്റ്റിനേഷൻ ഈസ് ഗ്യാരണ്ടീഡ്. നിങ്ങൾക്ക് ഇതിനപ്പുറത്തൊരു കര ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഏത് കാറ്റ് വന്നാലും, ഏത് വെള്ളം പൊങ്ങിയാലും, ഏത് പ്രതികൂലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചാലും ദൈവത്തിന് സ്തോത്രം, ഈ നടുക്കടലിൽ നിങ്ങൾ മുങ്ങിച്ചാകത്തില്ല, ഈ നടുക്കടലിൽ നിങ്ങൾ ഇല്ലാതാകത്തില്ല, ഈ നടുക്കടലിൽ നിങ്ങൾ അവസാനിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത, നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത, നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് ഒരു മറുകര, ഈ പ്രതിസന്ധികളെ നിങ്ങൾ അതിജീവിക്കും, ഈ പ്രതികൂലത്തെ നിങ്ങൾ കടക്കും. ഈ പ്രതികൂലത്തിനപ്പുറത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഞാനൊരു പ്രസംഗം പറയാൻ വേണ്ടി ഒന്നും നിൽക്കുകയല്ല. അങ്ങനെ ഒരു പ്രസംഗം പറയേണ്ട സമയമല്ല ഇതൊന്നും എനിക്കറിയാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. കർത്തദാസനെ വിളിച്ച സമയം മുതൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ശക്തമായി ദൈവാത്മാവനോട് പറയാൻ പറഞ്ഞ ഒരാലോചനയായത്. ദൈവത്തിന് സ്തോത്രം. ലെറ്റ് us go to the other side of your life. Let us go to the other side of your situations. Let us go to the other side of your circumstances. ഇതിനക്കര നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു മറുകര ഒരുക്കിയിട്ടുണ്ട്. ഇതിനെ നിങ്ങൾ കടക്കും, ഇതിനെ നിങ്ങൾ അതിജീവിക്കും, ഈ പ്രതികൂലത്തെ നിങ്ങൾ അതിജീവിക്കും. ഇതിനപ്പുറം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതത്തെ ഒരുക്കി വെച്ചിട്ടുണ്ട്. സാധാരണ പ്രതികൂലങ്ങളുടെ ഒക്കെ നടുവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന പുസ്തകം യോബിന്റെ പുസ്തകം. യോബിന്റെ പുസ്തകത്തിലെ ഏറ്റവും മനോഹരമായ വാക്ക് യോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിലെ ഒരു വാക്യമാണ്. 42-ാം അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്ന ഒരു വാക്കുണ്ട്, അതിനുശേഷം ഇയ്യോബ്. സ്തോത്രം.
അതിനുശേഷം ഇയ്യോബ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഇയ്യോബിന്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഇതിനെല്ലാം ശേഷം, ഈ പ്രതിസന്ധികൾക്കെല്ലാം അപ്പുറം, സ്തോത്രം, ഈ പ്രതികൂലങ്ങൾക്കെല്ലാം അപ്പുറം 16-ാമത്തെ വാക്യ 42-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, അതിന്റെ ശേഷം ഇയ്യോബ്. അല്ലേ അല്ലേ? അതിന്റെ ശേഷം. ഇന്ന് രാത്രി ഒന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇതിനപ്പുറം ചിലത് പൂരിപ്പിക്കപ്പെടത്തില്ലെന്നും ചിലത് നടക്കത്തില്ലെന്നും ചിലത് എങ്ങനെയാകുമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ, സ്തോത്രം, ഇതിനപ്പുറം ദൈവത്തിന് സ്തോത്രം. ശരിക്കും ഈ ഒരു ഭാഗം മത്തായി സുവിശേഷം 8-9 അധ്യായം എന്ന് പറയുന്നത് കർത്താവ് 10 അത്ഭുതത്തെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. 8-ാം അധ്യായത്തിൽ തന്നെ 6 അത്ഭുതത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഈ 8-ാം അധ്യായത്തിലെ അത്ഭുതങ്ങൾക്ക് ഒരു പൊതുവായ സ്വഭാവമുണ്ട്. എന്താ അവിടുത്തെ പ്രത്യേകത എന്നറിയാം? ഗോഡ് ഈസ് കൺസേൺഡ് വിത്ത് ഇൻഡിവിജ്വൽസ്. വ്യക്തികളെ ദൈവം ശ്രദ്ധിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഓരോ വ്യക്തികളെയും ദൈവം ശ്രദ്ധിക്കും. ഓരോ വ്യക്തിയുടെയും വേദനയെ ദൈവം ശ്രദ്ധിക്കും. ദൈവരാജ്യത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയായത് അവർ ഗോഡാസ്, നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത ഓരോ വ്യക്തികളെയും അവിടുന്ന് ശ്രദ്ധിക്കുന്നു. അപ്പൊ തന്നെ അവർ ഗോഡ് ക്യാൻ മീറ്റ് എവരി നീഡ്സ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളോടും പ്രതികരിക്കാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവം നമ്മുടെ പ്രതിസന്ധികളോട് പ്രതികരിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തിന് സ്തോത്രം. കൊടുങ്കാറ്റുകൾ നിറഞ്ഞ ആ കടലിന് അപ്പുറം ദൈവത്തിന് സ്തോത്രം. ഈ ഒരിക്കലും ഒരു കൊടുങ്കാറ്റ് ഒരു അസൈൻമെന്റിനെ ക്യാൻസൽ ചെയ്യാൻ ദൈവം സമ്മതിക്കത്തില്ല. എല്ലാ ദൈവവിധനെ സംബന്ധിച്ചിടത്തോളം ഒരു അസൈൻമെന്റ് ദൈവം അവർക്ക് വെച്ചിട്ടുണ്ട്. സ്തോത്രം. ആ അസൈൻമെന്റിനെ ക്യാൻസൽ ചെയ്യാൻ ഒരു കൊടുങ്കാറ്റിനും കഴിയത്തില്ല. ദൈവം അവരോട് പറയുന്ന വാക്കഥ, നിങ്ങൾക്ക് ഞാൻ വെച്ചിരിക്കുന്ന അസൈൻമെന്റിന് നേരെ, നിങ്ങളുടെ മേൽ ഞാൻ വെച്ചിരിക്കുന്ന പദ്ധതിക്ക് നേരെ എത്ര ശക്തമേറിയ മഴ പെയ്താലും എത്ര ശക്തമേറിയ കാറ്റടിച്ചാലും ഒരിക്കലും നിരാശപ്പെടേണ്ട. അതർ സൈഡ് ഓഫ് യുവർ ലൈഫ്, എ ന്യൂ സീസൺ, എ ഗ്രേറ്റ് പർപ്പസ്, ഒരു വലിയ ഉദ്ദേശത്തോടുകൂടെ, ഒരു വലിയ പദ്ധതിയോടുകൂടെ, എ ന്യൂ സീസൺ ഓഫ് ഡെലിവറൻസ്, എ ന്യൂ സീസൺ ഓഫ് എക്സ്പാൻഷൻ, എ ന്യൂ സീസൺ ഓഫ് സ്പിരിച്വൽ ഗ്രോത്ത്. യുദ്ധത്തിന് ശേഷമുള്ള ഒരു വിജയം. സ്തോത്രം. ഞാന് എന്തെങ്കിലുമൊക്കെ കുറെ മെസ്സേജ് അല്ല പറയുന്നു, മറിച്ച് ശക്തമായി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, എ ന്യൂ സീസൺ ഓഫ് എ സ്പിരിച്വൽ ഗ്രോത്ത്. നിങ്ങളുടെ ലൈഫിൽ ഇന്നുവരെ തുറക്കാത്ത ഒരു അധ്യായം ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുമെന്ന് വിശ്വസിക്കാൻ നിങ്ങളിൽ എത്ര പേർക്ക് കഴിയും? ആസയിലും ബഥൂനിലും നിൽക്കണ്ട, മക്കദോനിക്ക് പോന്ന് പറഞ്ഞു. മക്കദോനിക്കാരനായ ഒരു പുരുഷൻ നിർബന്ധിച്ചത് കൊണ്ടാണ് മക്കദോനിയിലെ പ്രധാനപ്പെട്ട പട്ടണമായ ഫിലിപ്പയിൽ അവരെത്തിയത്. ഫിലിപ്പയിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്നുള്ള കാര്യം പുഴവക്കത്തെ ഒരു സ്ത്രീ രക്ഷിക്കപ്പെട്ടതോടുകൂടി അവർക്ക് മനസ്സിലായി. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം ഞാൻ പറയുന്നു. ആ ദൈവപ്രവൃത്തിയുടെ പൂർണ്ണത ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി അവർ പ്രാർത്ഥനാ സ്ഥലത്ത് വരിക. പ്രാർത്ഥനാ സ്ഥലത്ത് വന്നവർക്ക് നേരെയാ വെളിച്ചപ്പാട് വന്നു. പ്രാർത്ഥനാ സ്ഥലത്ത് ഇരുന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് നേരിട്ടത്. ചിലർ പറയും പ്രാർത്ഥിക്കാത്തോണ്ട് അറ്റാക്ക്. നോ, നെവർ, ഒരിക്കലുമല്ല. പ്രാർത്ഥിച്ചോനല്ലേ കാരാഗ്രഹത്തിൽ പോയത്. വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം അവര് പറയും പ്രാർത്ഥിച്ചുകൊണ്ടുള്ള തിരിച്ചടിയാന്ന് പറയും, ശുശ്രൂഷയുടെ തിരിച്ചടിയാന്ന് പറയും. പക്ഷെ ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറയാ,
ഇതൊന്നും തിരിച്ചടികളല്ല. ദൈവം നിന്നെ ചില ജയിലുകളിലേക്ക് ആക്കുന്നത്, ദൈവം നിന്നെ ചില പ്രതിസന്ധികളിലേക്ക് ആക്കുന്നത്, ദൈവത്തിന്റെ ഒരു പർപ്പസ് നിന്റെ ലൈഫിൽ നിറവേറ്റാനായിട്ട്. ജീസസ് അവരാ കാരാഗ്രഹത്തിൽ ചെന്നിട്ട് അവരുടെ ലക്ഷ്യം മറന്നു. പലപ്പോഴും നമ്മുടെ പ്രശ്നം ഇതാ, ജയിലുകൾ നമ്മളെ വളരെ നിരാശരാക്കും. നമ്മുടെ പർപ്പസ് നമ്മൾ മറന്നു. സ്തോത്രം. എന്റെ ലക്ഷ്യം പ്രാർത്ഥനാ സ്ഥലമാണെന്നൊരു തിരിച്ചറിവോടുകൂടി ചില ജയിലുകൾ, എനിക്കറിയാം ഇതിനകത്ത് കുറെ പ്രയർ ബാരിയേഴ്സ് ഉണ്ട്. നിങ്ങളോടാ ഞാൻ സംസാരിക്കുന്നത്. പുറമേ കുറെ പെർഫോമൻസ് നടത്തുന്നവരുമുണ്ട്. അവരൊന്നും അല്ല നമ്മുടെ വിഷയം. അവരെ കൊണ്ടൊന്നും സഭ പോകത്തില്ല. സഭ മുന്നോട്ട് പോകുന്നത് പ്രാർത്ഥിക്കുന്നവരെ കൊണ്ടേ പോകത്തുള്ളൂ. ആയുധപാണികളെ കോപയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ നടക്കണം. സ്തോത്രം. അഭിഷേകത്തെ ധരിക്കുന്ന, ദൈവകൃപയെ വഹിക്കുന്ന, അസാധാരണമായ ദൈവശക്തിയെ കാലഘട്ടത്തിൽ വഹിക്കുന്ന, അഭിഷേകത്തെ ഉൾക്കൊള്ളുന്ന ചില ദൈവമക്കൾ ആ പെട്ടകത്തിന്റെ മുമ്പിൽ പോട്ടെ. അവരോടാ ഞാൻ പറയുന്നത്. അവരാ കാരാഗ്രഹത്തെ പ്രാർത്ഥനാ സ്ഥലമാക്കി മാറ്റി. ഈ ദിവസങ്ങളിൽ ചില ജയിലുകളെ പ്രാർത്ഥനാ മുറികളാക്കി മാറ്റി. ദൈവത്തിന്റെ അത്ഭുതം സംഭവിക്കാൻ പോവാ. സ്തോത്രം. ദൈവത്തിന്റെ അത്ഭുതം സംഭവിക്കാൻ പോവുക. അതർ സൈഡ് ഓഫ് യുവർ അസൈൻമെന്റ്. പരിശുദ്ധാത്മാവനോട് ശക്തമായി പറയുന്നു, ബഥേൽ ഇന്റർനാഷണൽ പെന്റക്കോസ്റ്റൽ ചർച്ചിനെ കുറിച്ചുള്ള അസൈൻമെന്റിന്റെ അതർ സൈഡ് ദൈവം തുറക്കാൻ ആഗ്രഹിക്കുന്ന ദിവസങ്ങളായത്. ജീസസ്. കാരാഗ്രഹത്തെ ഒരു പ്രാർത്ഥനാ സ്ഥലമാക്കിയപ്പോൾ അവിടെ സംഭവിച്ചെന്താന്നൊക്കെ നിങ്ങൾക്കറിയാം. ഞാന് ഇന്ന് പകല് ഒരു 3-4 കാര്യമാണ് നിങ്ങളോട് പ്രധാനമായിട്ടും പറയാൻ പോകുന്നത്. എന്തിനാ ചില കൊടുങ്കാറ്റുകൾ നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് ദൈവം നിങ്ങളെ നയിക്കുന്നത്? സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കി. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. എന്നറിയ മനുഷ്യർ അതിശയിച്ച്, ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. കണ്ടോ, അവര് ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒന്നാമത്തെ കാര്യം, അത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതിനെ അത്ഭുതപ്പെടുത്തുന്നു. വാട്ട് മാനർ ഓഫ് മാൻ ഈസ് ദിസ്? ഇതെന്തോ മനുഷ്യനായത്? After this storm, you see God differently. ഈ കൊടുങ്കാറ്റിനപ്പുറത്ത് നിന്റെ ദൈവത്തെ നീ കാണും. എങ്ങനെ കാണും? വളരെ വ്യത്യസ്തമായിട്ട് നീ കാണും. ദൈവത്തെ കുറിച്ചുള്ള ആഴമേറിയ ഒരു വെളിപ്പാട്. ഇതിനു മുമ്പ് ദൈവർക്ക് ഒരു ടീച്ചറായിരുന്നു, മിറക്കിൾ വർക്കറായിരുന്നു, ഹീലറായിരുന്നു. പക്ഷേ ഇന്ന് അവന്റെ അതോറിറ്റി എന്താണെന്ന് അവര് തിരിച്ചറിയുക. വാട്ട് മാനർ ഓഫ് മാൻ ഈസ് ദിസ്? ദൈവത്തിന്റെ അധികാരത്തെ തിരിച്ചറിയാൻ സഭയോട് ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ പറയുകയാ,
ചില പ്രതിസന്ധികൾ എന്തിനാണെന്നറിയാവോ? ചില കൊടുങ്കാറ്റുകൾ എന്തിനാണെന്നറിയാവോ? ഇതുവരെ വെളിപ്പെടാത്ത ദൈവിക അധികാരം ദേശത്ത് വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്ന സമയമായത്. God's authority, spiritual authority. കൊടുങ്കാറ്റുകളില്ലാതെ ഒരിക്കലും സ്പിരിച്വൽ അതോറിറ്റികൾ വെളിപ്പെടത്തില്ല. അർത്ഥനാരകക്ഷസി ധുരാധരാധരക്ഷസി. ദൈവിക അധികാരത്തെ കുറിച്ച് പ്രസംഗിക്കാൻ പറ്റും, ദൈവിക അധികാരത്തെ കുറിച്ച് പാടാൻ പറ്റും. പക്ഷെ ദൈവിക അധികാരം പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത് ജീവിതത്തിൽ വരുന്ന കൊടുങ്കാറ്റുകളുടെ നടുവിലാ. എന്നോട് ശക്തമായി ദൈവാത്മാവ് പറയുകയാ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവിക അധികാരത്തെ പ്രാക്ടീസ് ചെയ്യുന്ന ചില ദൈവമക്കളെ മിനിസ്ട്രിയിൽ ദൈവിക അധികാരം വെളിപ്പെടട്ടെ. Why this storm? എന്തിനീ കൊടുങ്കാറ്റ്? After this storm, you see your God very differently. വളരെ വ്യത്യസ്തമായിട്ട് നിന്റെ ദൈവത്തെ ഈ കൊടുങ്കാറ്റിന് ശേഷം നീ കാണാൻ പോവുക. ജീസസ്. മലയാളത്തിൽ പാടുന്ന പഴയ പാട്ടുണ്ട്, അക്കരയ്ക്ക് യാത്ര ചെയ്യുന്നു സിയോൻ സഞ്ചാരി. ആ പാട്ട്, അതിനകത്തൊരു വരിയുണ്ട്, കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളവൻ. അവർ ഗോഡ് ആസ് എ യെസ്. നമ്മുടെ ദൈവം ആരാ? നമ്മുടെ ദൈവം കൺട്രോൾ ചെയ്യുന്ന ദൈവമാ. അപ്പോസ്തലപ്രവൃത്തിയിൽ ദൈവത്തിന്റെ സപ്ത സവിശേഷതകൾ വെളിപ്പെടുന്ന ഭാഗമുണ്ട്. അരയോപക കുന്നിൽ നിന്നുകൊണ്ട് അധേന പുരുഷന്മാരോട് സംസാരിക്കുന്നു. പൗലോസ് ഉറക്കെ പറയുന്ന കുറെ വാക്കുകളുണ്ട്. ദൈവത്തിന്റെ 7 പ്രത്യേകതകളെ കുറിച്ച് അവിടെ പറയുന്നത്. 7 പ്രത്യേകത പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഒന്നാമത് പറയുന്ന വാക്കാണ് ലോകവും അതിലുള്ളതൊക്കെയും നിർമ്മിച്ച ദൈവം. അവർ ഗോഡ് ആസ് എ ക്രിയേറ്റർ. ദൈവം ആരാ? നിർമ്മിക്കുന്ന ദൈവം. അടുത്ത വരികളിൽ പറയാ, അവൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട്. കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ. ആ വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. കണ്ടോ? അവിടെ ഒന്നാമത് പറയാ, അവർ ഗോഡ് ആസ് എ ഗോഡ് ഓഫ് ക്രിയേഷൻ. സൃഷ്ടിപ്പുകളുടെ ദൈവമാണ് നമ്മുടെ ദൈവം. നിങ്ങൾ ഈ ദൈവത്തെ വളരെ വ്യത്യസ്തമായിട്ട് കാണാൻ പോവാ. ദൈവത്തെ കുറിച്ചുള്ള 7 വെളിപ്പാടാ ആ ഭാഗത്ത് പറഞ്ഞു വരുന്നേ. ഒന്ന്, അവൻ സൃഷ്ടിക്കുന്ന ദൈവം. ഉളവാകട്ടെന്നൊരൊറ്റ വാക്കിനകത്ത് മഹാപ്രപഞ്ചത്തെ ഉളവാക്കിയ മഹാദൈവം. 93 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് വലിപ്പമുള്ള യൂണിവേഴ്സ്, 8,64,000 മൈൽ വ്യാസത്തിൽ
5500 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചുമറിയുന്ന സൂര്യൻ, തൊട്ടപ്പുറത്ത് 3474 മൈൽ വ്യാസമുള്ള ചന്ദ്രൻ, എണ്ണമറ്റ നക്ഷത്രങ്ങൾ, മിൽക്കി വേ ഗാലക്സികൾ, 1.6 ദശലക്ഷം ഫംഗസുകൾ, 10,000 ഉറുമ്പുകൾ, 10,000 പക്ഷികൾ, 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനുള്ള പൂച്ചെടികൾ, 4,000-നും 5,000-നും പ്രസവിക്കുന്ന ജീവികൾ ഒറ്റ വാക്കിനകത്തുണ്ടായതാ. ഉളവാകട്ടെന്ന് ഒരൊറ്റ വാക്കിനകത്ത് ഇങ്ങനെ ഉള്ളതിനെ എല്ലാം ഉളവാക്കാൻ കരുത്തുള്ള മഹാദൈവം. എനിക്ക് ഈ ദൈവത്തെ എത്ര വർണ്ണിച്ചാലും വിവരിച്ചാലും മതിയാകത്തില്ല. ഒറ്റ വാക്ക് അവന്റെ വായിൽ നിന്ന് വന്നപ്പോ തുരാരപക്ഷയിടൽ കിടക. പാട്ടുകാരൻ പാടുക, ഒരു വാക്കുകൊണ്ട് സകലത്തെയും നടുശോധനയിൽ മെനഞ്ഞവൻ താൻ. ഒറ്റ വാക്കുകൊണ്ട് നിർമ്മിതി നടത്തുന്ന ദൈവം. ബദൽ ചർച്ചിനോട് ഞാൻ ഇന്ന് രാത്രി ഉറക്കെ പറയുക, ആത്മാവിൽ, അവർ ഗോഡ് ആസ് എ ഗോഡ് ഓഫ് ക്രിയേഷൻ. നിർമ്മിതികളുടെ ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഇനി അടുത്തത് കണ്ടോ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ be Lord of heaven and earth. നിർമ്മിക്കുക മാത്രമല്ല, അവൻ സ്വർഗത്തിനും ദൈവമാ, ഭൂമിക്കും അവൻ ദൈവമാ. ചിലർ ചിലര് ഇന്ത്യയില് പഞ്ചായത്ത് മെമ്പറോ MLA ആയിരിക്കും. പക്ഷെ ജർമ്മനി വന്നാൽ നിങ്ങൾക്കറിയാം എന്തോന്ന്. പക്ഷെ എൻ്റെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. അവൻ സ്വർഗത്തിനും ദൈവമാ, ഭൂമിക്കും ദൈവമാ. എത്ര ദൈവമക്കൾക്ക് സന്തോഷത്തോടെ സ്തുതിക്കാൻ പറ്റും ഇങ്ങനൊരു ദൈവത്തെ സേവി. ഈ ദൈവമായിട്ടാണ് എനിക്ക് ബന്ധമുള്ളത്. നിർമ്മിക്കുന്ന ദൈവം, നിയന്ത്രിക്കുന്ന ദൈവം. അടുത്തത് പറയാ 25-ാം വാക്യത്തിൽ, താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ. അവർ ഗോഡ് ആസ് എ ലൈഫ് ഗിവിംഗ് ഗോഡ്. നൽകുന്ന ദൈവ. ആർക്കും തരാൻ പറ്റാത്തത് അവന് നൽകാൻ പറ്റും. ജീവൻ ഉൾപ്പെടെ. നമുക്ക് പേടിയാ ഇതൊക്കെ പറയാൻ. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാനൊരു ദൈവാസനം കണ്ടു. അതായത് ഇരുന്നൊരു ക്യാമ്പിനകത്ത് വിദേശിയായ ഒരു ദൈവാസനം വന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം ചോദിച്ചു, ശുശ്രൂഷയിൽ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? 40 ഇന്ത്യക്കാർ എഴുന്നേറ്റ് നിന്ന്. 40 ഇന്ത്യക്കാർ. ആരും പേരുള്ളവരല്ല. ഓരോ ഗ്രാമങ്ങളിൽ ദൈവം ചെയ്ത പ്രവർത്തികളുടെ സാക്ഷികൾ. നോട്ടീസിലും TV-യിലും പേരുള്ളവർ ഒറ്റ ഒരാളെ അവിടെ കണ്ടില്ലെന്നാണ് എൻ്റെ സ്നേഹിതൻ പറഞ്ഞത്. ചോദിച്ചു മേടിക്കണം. ജീവനെ ചോദിച്ചു മേടിക്കണം. സ്തോത്രം. നിർമ്മിക്കുന്ന ദൈവം, നിയന്ത്രിക്കുന്ന ദൈവം, നൽകുന്ന ദൈവം. ഇനി ദൈവത്തിന്റെ അടുത്ത പ്രത്യേകത 26-ാം വാക്യം, മാനുഷിക കൈകളാൽ ശുശ്രൂഷ ആവശ്യമില്ലാത്ത ദൈവം. പിന്നെയും പറയാ 27-ാം വാക്യം, നമ്മിൽ ആർക്കും അകന്നിരിക്കാത്ത ദൈവം. പിന്നെയും പറയാ, നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിക്കുന്ന ദൈവം. പിന്നെയും പറയാ, പുനരുത്ഥാന നിമിത്തം നമുക്ക് പ്രത്യാശ തന്ന ദൈവം. അല്ലേ?
എങ്ങനെ അവൻ പുനരുദ്ധാനത്തിന്റെ പ്രത്യാശ നമുക്ക് തന്നത്? താൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിനാൽ. ക്രിസ്തു ഉയർത്തിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ദൈവമക്കളെ, നമ്മുടെ പ്രത്യാശ ഉയർപ്പിൽ കേന്ദ്രീകൃതമാണ്. ഒരു കാര്യം ഓർത്തോണം, എന്തിനായി കൊടുങ്കാറ്റുകൾ? ഒന്നാമത്തെ കാര്യം, യു സീ ഗോഡ് വെരി ഡിഫറently. What manner of man is this? എങ്ങനൊരു മനുഷ്യനായത്? ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് അത് തരാനായിട്ടാ ചില കൊടുങ്കാറ്റുകൾ. ഇനിയും ലൈഫിൽ അടിക്കുന്ന ചില കൊടുങ്കാറ്റുകളുടെ പിൻപിൽ കർത്താവിന്റെ അടുത്ത ഒരു പദ്ധതിയുണ്ട്. മത്തായി 8-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി, അവനോ ഉറങ്ങുകയായിരുന്നു. വലിയ ഓളം ഉണ്ടായി. 26-ാം വാക്യം, വലിയ ശാന്തത ഉണ്ടായി. 24-ാം വാക്യം പറയുന്നത് വലിയ ഓളം ഉണ്ടായ കാര്യം. 26-ാം വാക്യം പറയുന്നത് വലിയ, എത്ര വലിയ ഓളം ഉണ്ടാവുമോ അതിനെക്കാട്ടി വലിയ ശാന്തത തരാൻ ഈ ദൈവശക്തനാ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഈ റിട്ടയർ സ്കെയിലാ ഭൂകമ്പമൊക്കെ അളക്കുന്നത്. ഭൂകമ്പങ്ങൾക്ക് പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, ഒരിക്കലും റീബിൽഡ് ചെയ്യാൻ പറ്റാത്തതുപോലെ പൊളിച്ചു കളയും. പക്ഷേ ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത്, ജീവിതത്തിൽ എത്ര വലിയ ഓളങ്ങൾ ഉണ്ടായാലും നമ്മുടെ ലൈഫ് കൊണ്ട് തന്നെ അതിനെ റീബിൽഡ് ചെയ്യിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഈ പാട്ടറിയാമോ? ഇന്നുള്ള ശോധന നൽകുന്ന വേദന, ഇന്നുള്ള ശോധന നൽകുന്ന വേദന, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിന് പൊന്നിലും, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിന് പൊന്നിലും, വിശ്വസിച്ചാശ്രയിച്ചാനം നീക്കും ഞാൻ സദാ, വിശ്വസിച്ചാശ്രയിച്ചാനം നീക്കും ഞാൻ സദാ. അനാദിനാഥനേഷു എന്ധനം അന്യനായി ഭൂവിലെന്നാൽ ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. ആ വരികൾ ഇങ്ങനെ പുരോഗമിച്ചു വരുമ്പോ അടുത്തൊരു വാക്ക് പറയുന്നുണ്ട്, സ്തോത്രം. ദൈവം ചെയ്തതൊക്കെ കാലങ്ങൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ, നാളുകൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ. ഞാൻ ചുമ്മാ പാടുവല്ല കേട്ടോ, ഞാൻ ചുമ്മാ പാടുവല്ല, ലൈഫിന്റെ അനുഭവങ്ങളാണ് ഇതൊക്കെ. എനിക്ക് ഓൺ സിസ്റ്റേഴ്സ് ഇല്ല, ഞങ്ങൾ 2 ആൺപിള്ളേരാ. എനിക്കുള്ള പെങ്ങന്മാരെന്ന് പറയുന്നത് എൻ്റെ പപ്പായുടെ ചേട്ടൻ്റെ 2 മക്കളാ, 3 പെൺപിള്ളേര്.
എൻ്റെ പപ്പയുടെ ചേട്ടന്മാര് 2 പേരാ. 3 പേരിൽ 3 പെൺപിള്ളാരേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിൽ. അതിനകത്ത് നടുക്കത്തോളിച്ചിരും പഠിക്കാൻ മണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പായി അവളെ നല്ല നേരത്തെ തന്നെ കെട്ടിച്ചു, നല്ലൊരു പയ്യനെ കൊണ്ട്. വാകത്താനത്താ. കൊച്ചോഞ്ചാനെ പോലെ ഒരാളെ ഞാൻ ഇന്നുവരെ ജീവിതത്തിൽ കണ്ടിട്ടുമില്ല. അത്രയ്ക്ക് നല്ലൊരു മനുഷ്യൻ. പക്ഷേ കുഞ്ഞിന് 6 മാസം പ്രായമുള്ളപ്പം ആക്സിഡന്റിൽ ആ പ്രിയപ്പെട്ടവൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ മുറിവതായിരുന്നു. എൻ്റെ ജീവിതത്തിൽ അന്ന് ഞാൻ പച്ചിലയും കത്രികയും പോലെ ദൂത് പറയുന്ന സമയമാണ്. പച്ചിലയും കത്രികയും പോലെ എത്രയോ പേരുടെ വീടുകളിൽ വന്നിട്ടുള്ള അനർത്ഥങ്ങളെ കുറിച്ച് ആത്മാവി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ വന്ന അനർത്ഥത്തെക്കുറിച്ച് ഒരു ചെറിയ സൂചന പോലും ദൈവം തന്നിട്ടില്ല. ഞാനന്ന് ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ കൃപ നഷ്ടപ്പെട്ടോ. കാര്യം ഒരു സൂചന പോലും ദൈവം തന്നില്ലല്ലോ. ഒരു സൂചന പോലും ദൈവം തന്നിട്ടില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇന്ന് അക്സ നേഴ്സിംഗ് ഒക്കെ പൂർത്തീകരിച്ച് ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കൊക്കെ കയറുമ്പോൾ 6 മാസം പ്രായമുള്ള കൊച്ചിനിൽ നിന്ന് അവിടെ 24 വയസ്സിലേക്ക് അവൾ മാറുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥനായി വിടത്തില്ലെന്ന് പറഞ്ഞവന്റെ ആ വാക്കിന്റെ വലിപ്പം എന്താണെന്ന് എനിക്കറിയാം. മണിക്കൂറുകൾ കൊണ്ടൊന്നും ദൈവത്തിന്റെ വാക്കുകളുടെ കട്ടി നമുക്ക് മനസ്സിലാകത്തില്ല. ദൈവത്തിന്റെ വാക്കുകളുടെ കട്ടി നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ചില ഏടുകൾ നമ്മൾ പോകണം. സ്തോത്രം. ഇന്ന് മലയാളി ബന്ധുക്കോസുകാരുടെ നടുവിൽ അത്യാവശ്യം ഒരു മാന്യത ഒക്കെ ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ 50 രൂപയ്ക്ക് ബുദ്ധിമുട്ടിയ സമയം എൻ്റെ ജീവിതത്തിലുണ്ട്. 50 രൂപയ്ക്ക്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം. നാളുകൾ കഴിയുമ്പോൾ ദൈവം ചെയ്യുന്നതെല്ലാം നന്മയ്ക്ക്. ഏറ്റവും വലിയ കൊടുങ്കാറ്റുണ്ടാകുമ്പോൾ ഓർത്തോണം, ലൈഫിൽ ഏറ്റവും വലിയ ശാന്തത. എൻ്റെ പാസ്പോർട്ട് റിജക്റ്റ് ആയതുപോലെ പാസ്പോർട്ടുകൾ റിജക്റ്റ് ആയിട്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് ഒരു 6 മാസത്തിനകത്തൊക്കെ 10ഉം 15ഉം രാജ്യങ്ങളിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം. റിജക്ഷൻ ഉണ്ടെങ്കിൽ സെലക്ഷൻ ഉണ്ട്. ശ്രമനാരകൾ കടകക്ഷസി. ഞാൻ ഇന്ന് നിങ്ങളോട് ശക്തമായിട്ട് പറയാ, ഏറ്റവും വലിയ കൊടുങ്കാറ്റടിക്കുമ്പം പറഞ്ഞു, ഏറ്റവും വലിയ ശാന്തത ദൈവം കൽപ്പിക്കാൻ പോവുകയാണ്. ഈ രാത്രികൾ ഈ പകലുകൾ മുന്നോട്ട് പോകുമോ എന്ന് ചിന്തിക്കത്തക്ക നിലയിൽ ശക്തമേറിയ കൊടുങ്കാറ്റുകൾ ജീവിതത്തിന് നേരെ അടിക്കുമ്പോൾ 8ാം അധ്യായത്തിന്റെ 24-ാം വാക്യം ഏറ്റവും വലിയ കൊടുങ്കാറ്റിനെ കുറിച്ചാണ് പറയുന്നത് മത്തായി. പക്ഷെ 8ന്റെ 26-ാം വാക്യം ഏറ്റവും വലിയ ശാന്തതയെ കുറിച്ചാണ് പറയുന്നത്. Other side of your life, other shore of your life, other chapter of your life. പരിശുദ്ധാത്മാവ് പറയുന്നു, അതൊരു ശാന്തതയുടെ ലൈഫായിരിക്കും. ഓ, കർത്താവിൽ നിന്ന് സ്വീകരിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ശബനാരകൾ കടക. എന്തിനായി കൊടുങ്കാറ്റ്? ഒന്ന്, നിന്റെ ദൈവത്തെക്കുറിച്ച് വേറൊരു അറിവ് തരാനായിട്ട്. എന്തിനായി കൊടുങ്കാറ്റ്? ആഫ്റ്റർ ദിസ് കൊടുങ്കാറ്റ് ദൈവം നിന്റെ ലൈഫിനൊരു ശാന്തത കൽപ്പിക്കുന്നു. ആഫ്റ്റർ ദി സ്റ്റോം. കർത്താവ് എന്നോട് ഞാൻ ഇന്ന് ഒരു പ്രസംഗവും പ്രസംഗിക്കുന്നില്ല. ബദൽ ചർച്ചിനോട് പറയാനുള്ള ദൂത് മാത്രമേ പറയുന്നുള്ളൂ. സ്തോത്രം.
Hallelujah. Hallelujah. Let us go to the other side of your life. Let us go to the other side of your ministry. Let us go to the other side of your life. Hallelujah. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ വളരെ വ്യത്യസ്തമായി തിരിച്ചറിയും. അതർ സൈഡ് ഓഫ് യുവർ ലൈഫ് നിങ്ങൾ ഇന്ന് വരെ അനുഭവിക്കാത്ത ഒരു ശാന്തത സ്വർഗം നിങ്ങൾക്ക് അനുവദിക്കാൻ പോയ റവരവ ഷൈഡൽ കടകരവക്ഷസി അവർ കഷ്ടമനുഭവിച്ച സംവത്സരങ്ങൾക്കൊത്തവണ്ണം, അവർ കണ്ണീര് കുടിച്ച സംവത്സരങ്ങൾക്കൊത്തവണ്ണം, അവർ നിരാശപ്പെട്ട സംവത്സരങ്ങൾക്ക് ഒത്തവണ്ണം, അവർ ഭാരപ്പെട്ട നിമിഷങ്ങൾക്ക് ഒത്തവണ്ണം, അവർ കരഞ്ഞ നിമിഷങ്ങൾക്ക് ഒത്തവണ്ണം ദൈവം ഒരത്ഭുതം അവർക്ക് വേണ്ടി ചെയ്യും. ജീസസ്. ഇനി മൂന്നാമത്തെ കാര്യം, 8:29 വാക്യം. അവർ നിലവിളിച്ചു, ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ ഇവിടെ വന്നുവോ എന്ന് പറഞ്ഞു. ശത്രു തിരിച്ചറിയുക. എന്താ തിരിച്ചറിയുന്നത്? ഹെവൻസ് അതോറിറ്റി എന്താന്ന് ശത്രു തിരിച്ചറിയുക. ദേശശക്തികൾ ഈ ദിവസങ്ങളിൽ തിരിച്ചറിയും. ആരും നോട്ടീസ് കൊടുത്തില്ല, ആരും പബ്ലിസിറ്റി ചെയ്തില്ല. അതർ സൈഡ് ഓഫ് യുവർ മിനിസ്ട്രി ചിലത് തിരിച്ചറിയാൻ പോവുക. ദൈവാത്മാരെ ശക്തമായ ദൈവാത്മാവിനോട് പറയുന്നു, നിങ്ങൾ പോകുന്നത്, നിങ്ങൾ ചെന്ന് കാലുകുത്തുന്നത്, നിങ്ങൾ ചെന്ന് ശുശ്രൂഷിക്കാൻ നിൽക്കുന്നത് ചിലര് തിരിച്ചറിയാൻ പോവുക. എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, കണ്ടോ, ഈ ഭൂതഗ്രസ്തൻ ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോ എന്താ ഇവിടുത്തെ പ്രശ്നം? ഈ സ്ട്രോങ് ഹോൾഡ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവനെ പാർക്കേണ്ടടുത്ത് പാർപ്പിക്കുന്നില്ല, അവനെ ധരിക്കേണ്ട വസ്ത്രം ധരിപ്പിക്കുന്നില്ല, അവന്റെ വീട്ടുകാർക്ക് സ്വസ്ഥത കൊടുക്കുന്നില്ല, അവന്റെ നാട്ടുകാർക്ക് സ്വസ്ഥത കൊടുക്കുന്നില്ല. അപ്പൊ ഈ ദേശശക്തി എന്താ ചെയ്യുന്നത്? ഒരു നോർമൽ ലൈഫ് അനുവദിക്കാതെ, പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയാൻ പറയുന്നു, ഒരു നോർമൽ ലൈഫ്, ഒരു സാധാരണ ജീവിതം ചിലതിന് സമ്മാനിക്കത്തില്ലെന്ന് പറഞ്ഞു. അത് ഒരാൾക്ക് നേരെയല്ല, പല കുടുംബങ്ങൾക്ക് നേരെ വെല്ലുവിളി ഉയർത്തുന്ന ദേശശക്തി നിന്റെ മേലുള്ള അഭിഷേകത്തെ തിരിച്ചറിയാൻ പോകുന്ന ദിവസങ്ങളായത്. ശബന രഗന ദഗൽ കടകക്ഷസി ദുരാതരക്ഷസി അർബാന ഹദന രഗൽ കടകാരകക്ഷസി ദുരാരാബാരാധു. വികാസമാരെ ശക്തമായി ശുശ്രൂഷിച്ചു. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ചിലതിനെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടക്കി വരുത്താൻ പോവാ. നിന്നെ ദൈവം ചില ഇടങ്ങളിലേക്ക് അയക്കുന്നത് ചില കുടുംബങ്ങൾ സാധാരണ ലൈഫിലേക്ക്, വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളുടെ കൂടെ താമസിച്ച് നന്മ അനുഭവിച്ച് ജീവിക്കുക എന്നുള്ളത് ചിലരെ കുറിച്ചുള്ള നോർമൽ ആയിട്ടുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. അതിലേക്ക് എത്താതിരിക്കാൻ കുടുംബങ്ങളെ ബന്ധിക്കുന്ന സകല പോരുകളെയും ഇന്റർനാഷണൽ പെന്റക്കോസ്റ്റൽ ചർച്ചിനോട് ഞാൻ പറയുക,
ഈ ദിവസങ്ങൾ കഴിയുമ്പോൾ ഒത്തിരി പേർ നോർമൽ ലൈഫിലേക്ക് വരാൻ പോവാ. നോർമൽ ലൈഫിന് വേണ്ടി ഒത്തിരി ഫൈറ്റ് ചെയ്തിട്ടും അതിലോട്ടെത്താൻ അനുവദിക്കാതെ കുടുംബങ്ങളെ ബന്ധിച്ചു നിന്ന ചില പോരുകൾ ദൈവാത്മാവിന്റെ അധികാരത്തിന്റെ മുമ്പിൽ അത് കീഴടങ്ങും, അത് കീഴടങ്ങും, അത് കീഴടങ്ങും. ശബന രബന ഹദന രഗൽ കടകക്ഷസി അപ്തര രബന ഹദന രഗക്ഷസി ഉടാ രബ 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 ചെയ്ത. യെസ്, ഹല്ലേലൂയ. ദൂര രബന ഹദന രബ രബക്ഷസി ജൂഡ പ്രൗഷസി ദിവാന ഹന്തനാരക. പരിശുദ്ധാത്മാവനോട് ശക്തമായി പറയുക, ഒരു നോർമൽ ലൈഫ് അനുവദിക്കത്തില്ലെന്ന് പറയും. ചില ആധിപത്യങ്ങൾ തകരും, അത് തകരും. സ്തോത്രം, ഹല്ലേലൂയ. ശബര രബ 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 ചസ്. ഒരു നോർമൽ ലൈഫിലേക്ക് ദൈവം ചില കുടുംബങ്ങളെ കൊണ്ടെത്തിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർണ്ണത. ഒരു വാക്യം ഒന്ന് വായിച്ചു, ശക്തമായി എന്നോട് ദൈവാത്മാവ് പറയാൻ പറയും. യെശയ്യാവ് 49 19 വാക്യം, 17 വാക്യം വായിച്ച്. 17 വാക്യം. നിന്റെ മക്കൾ ബന്ധപ്പെട്ടു വരുന്നു, നിന്നെ നശിപ്പിച്ചവരും ശൂന്യമാക്കിയവരും നിന്നെ വിട്ടുപോകുന്നു. ഇന്ന് പകൽ ഈ ദൂതനെ ഏറ്റെടുക്കാൻ എത്ര പേർക്ക് കഴിയും? രണ്ടാമത്തെ ഭാഗം ശക്തമായി ദൈവാത്മാവനോട് പറയുക, നിന്നെ നശിപ്പിച്ചവരും ശൂന്യമാക്കിയവരും നിന്നെ ഞാൻ തന്നെയാ കഴിഞ്ഞ ദിവസം ദൂത് പറഞ്ഞത്. സഭയെ നശിപ്പിക്കാൻ ഒന്നിനു പുറകെ ഒന്നൊന്നായി പെട്ടിക്കകത്ത് കുടുംബങ്ങളിൽ നിന്ന് വ്യക്തികളെ കയറ്റി വിടാൻ ഒക്കെ ആ ക്ലിപ്പ് എനിക്ക് ദൈവദാസൻ അയച്ചു തന്നു. പക്ഷെ രണ്ടാമത് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവനോട് പറയാൻ പറഞ്ഞ ദൂതാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്. നിന്നെ നശിപ്പിച്ചവരും നിന്നെ ശൂന്യമാക്കിയവരും നിന്നെ വിട്ടുപോകും. ആത്മാവിൽ പ്രാർത്ഥിച്ചോണ്ടിരുന്നോണേ. ചുമ്മാതൊരു പ്രസംഗം ചിലതിന്റെ ടെറിറ്ററി നഷ്ടപ്പെടാൻ പോവുക, ചിലതിന്റെ ടെറിറ്ററി നഷ്ടപ്പെടാൻ പോവുക. ചില സ്ട്രോങ് ഹോൾസിന്റെ, ചില ആധിപത്യങ്ങളുടെ ദുരാരവരവരവ നിന്നെ നശിപ്പിച്ചവരും നിന്നെ ശൂന്യമാക്കിയവരും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്നെ വിട്ടുപോട്ടെ. ഒരു നോർമൽ ലൈഫ് അനുവദിക്കാതെ ഒരു നോർമൽ ലൈഫിലേക്ക് ചിലതിനെ എത്തിക്കാതെ വേണം. കുറെ കൊല്ലങ്ങളായി വെല്ലുവിളിച്ച അഴിയട്ടെ ദൈവകൃപ ചലിക്കട്ടെ. നഗും പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം പരിശുദ്ധാത്മാവിനോട് പറയുക, ഇപ്പോഴും ഞാൻ അവന്റെ മുഖം നിന്റെ മേൽ നിന്ന് ഓടിച്ചു കളയും, നിന്റെ ബന്ധനങ്ങളെ ഞാൻ അറുത്തു കളയും. അന്തരവരവര വൈഡരകടക ഘടകഘടകന ജുഡകരഘടക ഉടവരവരവ ചൈഡരവരവ. അന്യഭാഷ പ്രാർത്ഥിച്ചു. ശക്തമേറെ ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോവുക. നിന്നെ നശിപ്പിച്ചവരും നിന്നെ ശൂന്യമാക്കിയവരും നിന്നെ ശ്വാസം മുട്ടിച്ചതും നിന്നെ ഒതുക്കിയതും നിന്നെ ബൈൻഡ് ചെയ്തതും നിന്നെ ഒരു നോർമൽ ലൈഫിലേക്ക് വരാതെ വേണം. യെസ്, മർക്കോസ് 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യവും മർക്കോസ് 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യവും വായിക്കുമ്പോൾ ഒരു ഭയങ്കര ഡിഫറൻസാ കാണുന്നത്. 5-ന്റെ-8ഉം 5-ന്റെ-20 വായിച്ചു നോക്കിക്കേ. മർക്കോസ് 5-ന്റെ-8ഉം 5-ന്റെ-20.
അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. മതി. 20-ാം വാക്യം. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദെക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. ഈ ദെക്കപ്പൊലി നാടെന്ന് പറയുന്ന 10 പട്ടണങ്ങളാ. സ്തോത്രം. ആ നാട് മുഴുവൻ അവൻ ഘോഷിച്ചു. ഞാൻ ഇന്ന് രാത്രി ദൈവസഭയോട് പറയാ, പട്ടണത്തിന് സാക്ഷ്യമാകുന്ന ചില അത്ഭുതങ്ങൾ ബദൽ ചർച്ചിലൂടെ ദൈവം ചെയ്യുന്നത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. ചില സ്ട്രോങ് ഹോൾഡുകൾ തിരിച്ചറിയാൻ പോവാ. നിന്റെ മേലുള്ള ദൈവിക അധികാരം എന്താണ്? ശത്രു തിരിച്ചറിഞ്ഞത് മാത്രമല്ല, അവൻ വിട്ടുപോയി. പരിശുദ്ധാത്മാവനോട് പറയുന്നത് നഹൂം പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. അവൻ മുടിവ് വരുത്തും. ചില കാര്യങ്ങൾക്ക് ദൈവം പൂർത്തീകരണം വരുത്തും. രണ്ടിന്റെ 9-ാമത്തെ വാക്യം. വെള്ളി കൊള്ളയിടുവീൻ, പൊന്നു കൊള്ളയിടുവീൻ, വീട്ടു സാമാനത്തിന് കണക്കില്ല, സകലവിധ മനോഹര വസ്തുക്കളായ സമ്പത്തുമുണ്ട്. അവിടെ ഒരു വാക്യം കിടപ്പുണ്ട്. അവ മുടിവ് വരുത്തും. സ്തോത്രം. ദൈവം ചിലതിന് മുടിവ് വരുത്തും. ദൈവം ചിലതിന് പൂർത്തി. 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യമാണോ? ഒന്ന് നോക്കിക്കേ. നിങ്ങൾ യഹോവയ്ക്ക് വിരോധമായി നിരൂപിക്കുന്നത് എന്ത്? അവൻ മുടിവ് വരുത്തും, കഷ്ടത 2 പ്രാവശ്യം പൊങ്ങി വരികയില്ല. ഇന്ന് രാത്രി ഞാൻ ഉറപ്പ് തരാം, ഇനിയൊന്ന് പൊങ്ങാൻ ദൈവം സമ്മതിക്കത്തില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി ഉറപ്പുണ്ട്? ഒരാവർത്തനം നടക്കുമെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്നു, ഒരാവർത്തനവും നടക്കത്തില്ല. രണ്ടാമത് ഇനി ഒന്നുകൂടെ പൊങ്ങാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ ശക്തമേറിയ പ്രവൃത്തി സംഭവിക്കാൻ പോവാ. ദുരാരവരവരവ ഷൈഡൽ കടകന ഹത്വരാരവരവ അർത്ഥന രവന ഹതന രവരവക്ഷസി. കഷ്ടത 2 പ്രാവശ്യം പൊങ്ങി വരികയില്ല. യെസ്, ദൈവാത്മാവിനോട് ശക്തമായി പറയും, ഒരു നോർമൽ ലൈഫ്, ഒരു നോർമൽ മിനിസ്ട്രി, ഒരു നോർമൽ ശുശ്രൂഷ എത്താതിരിക്കാൻ ശത്രു ഒരുക്കി ചില ഈ യോശുവയുടെ പുസ്തകത്തിലെ ആ വാക്യം ദൈവാത്മാവിനോട് പറയുന്നൊരു വാക്യമാണ്. യുദ്ധം തീർന്നു, സ്വസ്ഥത വന്നു. സ്തോത്രം. യുദ്ധം തീർന്നു, സ്വസ്ഥത വന്നു. യോശുവ 11:23. ഈ ഇസ്രായേൽ യോർദാൻ കടന്നപ്പോൾ, എരികോ തകർന്നപ്പോൾ അവരുടെ മുമ്പിൽ നിന്ന് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരുന്നു അനാക്കിൽ. ആവർത്തനം 9:1 ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അനാക്കിന്റെ മുമ്പിൽ നിൽക്കാവുന്നവൻ ആരെന്നൊരു ചൊല്ല്. അതൊരു ഓൾഡ് ഫിയറാ, ഒരു ജനറേഷണൽ ഇഷ്യൂവാ, ഡീപ്ലി റൂട്ടഡ് പ്രോബ്ലമാ. അനാക്കിന്റെ മുമ്പിൽ ആർക്കും നിൽക്കാൻ പറ്റത്തില്ല.
പക്ഷേ എബ്രായ ലേഖനത്തിൽ 4 അധ്യായത്തിൽ 8 വാക്യത്തിൽ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തി. അതാ സ്വസ്ഥത വരുത്തി. ഞാനത് എങ്ങനെയാണെന്ന് ചിന്തിച്ചപ്പോൾ ഒരു വേൾഡ് ഫിയർ, ജനറേഷണൽ ഇഷ്യൂ, ഡീപ്ലി റൂട്ടഡ് പ്രോബ്ലം. പക്ഷേ യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തി. അനാക്കേറ്റ്സിന്റെ അടുക്കൽ യോശുവയെ ദൈവം എങ്ങനെ ഉപയോഗിച്ചു, യോശുവയ്ക്ക് എങ്ങനെ സ്വസ്ഥത വരുത്താൻ പറ്റിയത്? അപ്പൊ തന്നെ ഒരു കാര്യം ഓർത്തോണം, എബ്രായർ 4:1 പറയുന്നത് സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തത്തെ കുറിച്ച്. 4:3 പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് സ്വസ്ഥത കിട്ടുമെന്ന്. 4:7 പറയുന്നത് ഇന്നെന്ന ഒരു ദിവസത്തെ ദൈവം അതിന് നിശ്ചയിച്ചിട്ടുണ്ടെന്ന്. 4:11 പറയുന്നത് സ്വസ്ഥത കിട്ടുന്നത് മടിയന്മാർക്കല്ല, ഉത്സാഹിക്കുന്നവർക്കാണ്. എങ്ങനെ സ്വസ്ഥത പ്രാപിച്ചത്? യോശുവയുടെ യുദ്ധത്തിന്റെ സ്ട്രാറ്റജി പഠിക്കുമ്പോൾ യോശുവ 11:21 വായിച്ചേ. 11:21. യോശുവ 11:21. അക്കാലത്ത് യോശുവ ചെന്ന് മലനാടായ ഹെബ്രോൻ, ദെബീർ, അനാബ്, യഹൂദ മലനാട്, ഇസ്രേമ്യ മലനാട് എന്നീ ഇടങ്ങളിൽ നിന്നൊക്കെയും അനാക്യരെ സംഹരിച്ചു. ആദ്യം യോശുവ ചെയ്ത് എന്താണെന്നറിയോ? ഈ ഡൊമൈൻഡ് ആയിട്ടുള്ള, ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള മലനാട്. എന്താ ഈ മലനാടിന്റെ പ്രത്യേകത? ആവർത്തനം 9:1 പറയുന്നുണ്ട്, അത് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന പട്ടണമാണ്. നമ്മൾ എയർപോർട്ടുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ മതിലിനോട് ചേർന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ പൊക്കത്തില് പട്ടാളക്കാർ തോക്കും കൊണ്ട് നിൽക്കുന്നത്, അല്ലെ? ആകാശത്ത്. എന്തിനാ? അവരാ എയർ സ്പേസിനെ ഉപയോഗിക്കുക. ശത്രു അറ്റാക്ക് ചെയ്യാൻ വന്നാൽ അവരെന്തിനെ ഉപയോഗിക്കും? എയർ സ്പേസിനെ ഉപയോഗിക്കും. അപ്പം അനാക്യറ്റ്സിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയാ എയർ സ്പേസ് ആയിരുന്നു. അപ്പം എയർ സ്പേസിനെ യോശുവ തകർത്തു. അതുകൊണ്ടാണ് എഫെസർ 2:2 പറയുന്നുണ്ട്, ദ പ്രൈസ് ഓഫ് ദ പവർ ഓഫ് ദ എയർ. ആകാശത്തിന്റെ അധികാരം. ദൈവസഭ വളരണോ, ദൈവപ്രവർത്തികൾ നടക്കണോ, ഒന്നാമത് തകർക്കപ്പെടേണ്ടത് ആകാശത്തിന്റെ അധികാരങ്ങൾ. സ്വസ്ഥതയ്ക്ക് നേരെ നിൽക്കുന്നതിലെ ആകാശ അധികാരങ്ങൾ. ശബരാരകക്ഷസ് നോർമൽ ലൈഫിലേക്ക് വരാതിരിക്കാൻ ആദ്യ എയർ സ്പേസിനെ അവൻ അടച്ചു. യോശുവ 11:12 പിന്നെ വായിക്കുന്നത്, ആ രാജാക്കന്മാരുടെ എല്ലാ പട്ടണങ്ങളും. 11:14 പറയുന്നുണ്ട്, ശക്തമായ കോട്ടകളാൽ നിർമ്മിക്കപ്പെട്ട പട്ടണങ്ങളായിരുന്നു അതെല്ലാം. യോശുവ 12:24 പറയുന്നുണ്ട്, ആകെ ആ രാജാക്കന്മാർ 31 പേർ. അപ്പൊ രണ്ടാമത് യോശുവ ചെയ്തത് പട്ടണം പിടിച്ചു. ഇനി യോശുവ 10:20 പറയുന്നുണ്ട്, അവർ ഉറപ്പുള്ള പട്ടണങ്ങളിലേക്ക് അഭയം പ്രാപിച്ചു. ഉറപ്പുള്ള പട്ടണങ്ങൾ എന്നതിന് റൂട്ട് വേർഡ് ഞാൻ നോക്കിയപ്പോൾ ബങ്കറുകൾ എന്നാണ് ഞാൻ കണ്ടത്. അപ്പം ബങ്കറുകളെ യോശുവ തകർത്തു. അപ്പൊ 3 പ്രധാനപ്പെട്ട കാര്യമാണ് യോശുവ ചെയ്തത്. 1, ആകാശം അടച്ചു. 2, പട്ടണം പിടിച്ചു. 3, കുഴിബോംബുമായിട്ട് അവരിയ്ക്കുന്ന ബങ്കറുകളെ യോശുവ തകർത്തു. അപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാവോ? സ്തോത്രം. സാക്ഷ്യങ്ങൾ ഉണ്ടാകത്തക്ക നിലയിൽ ശത്രുവിന്റെ ടെറിട്ടറികൾ അവൻ അവകാശമാക്കാൻ പറ്റി. സ്തോത്രം. യോശുവ 5:1 പറയുന്നുണ്ട്,
their heart melted. അവരുടെ ഉള്ളം ഉരുകിപ്പോയി. എന്നാ കാരണം? സംതിങ് ചേഞ്ച് ഇൻ ദ സ്പിരിറ്റ് റലം. ആത്മാവിന്റെ തലത്തിൽ ചിലത് സംഭവിച്ചപ്പോൾ. ഒരു വാക്യം കൂടെ ശ്രദ്ധിച്ച് ആ വാക്യം ഒന്ന് വായിക്കണം. യോശുവ 21:43 മുതൽ 45 വരെയുള്ള വാക്യം ഒന്ന് വായിച്ച്. 21 യഹോവ ഇസ്രയേലിന് താൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു. അവർ അത് കൈവശമാക്കി അവിടെ കൂടി പാർത്തു. യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ഒക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. ഞാൻ ആ 45 വാക്യം ബേഥേൽ ചർച്ചിലേക്ക് അപ്ലൈ ചെയ്യുക. യഹോവ ബേഥേൽ ചർച്ചിനോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ. നിങ്ങൾക്ക് ചേർന്ന് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചേർന്ന് പറ. യഹോവ എന്നോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവർത്തിയായി. സകലവും നിവർത്തിയായി. യെസ്, ഹല്ലേലൂയ. അപ്പം ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ദൂത്, ശത്രുവിന്റെ ടെറിട്ടറീസ് യെസ്, അതർ സൈഡ് ഓഫ് യുവർ മിനിസ്ട്രി. ഇന്ന് ശത്രുവിന്റെ ടെറിട്ടറീസ് ആയിരിക്കുന്നത് നിന്റെ ഇൻഹെറിറ്റൻസ് ആകാൻ പോവാ. ഓ, ഉറപ്പുള്ള എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട്? ഇന്ന് സാത്താന്റെ പള്ളി ആയിരിക്കുന്നത് നാളെ നിന്റെ പള്ളിയാകാൻ പോവാ. ഇന്ന് സാത്താന്റെ, ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ശക്തമായി പറയുക, ഇന്ന് സാത്താന്റെ ടെറിട്ടറി അടുത്ത ദിവസം നിന്റെ ഇൻഹെറിറ്റൻസ് ആകും, നിന്റെ അവകാശമാകും. ഒരു ദൈവപ്രവൃത്തി ആ നിലകളിൽ നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോവാ. അതിരുകൾ വിശാലപ്പെടാൻ പോവാ. വഴികൾ തുറക്കപ്പെടാൻ പോവാ. വിശാലതയുടെ ഒരു അത്ഭുതം ദൈവം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ പോവാ. ഞാൻ ഒറ്റ ദൂത് മാത്രമേ നിങ്ങളോട് പറഞ്ഞുള്ളൂ. ലെറ്റ് us go across to the other side of your life. ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിരാശപ്പെടണ്ട, ഇവിടെ ഒതുങ്ങി പോകണ്ട. ഇതിനപ്പുറത്ത് ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദുരാരപരവ ഷൈഡൽ കടകക്ഷസി. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുവിൻ്റെ നാളോളം അതിനെ പൂർത്തീകരിക്കും. ദൈവം ഒരു പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ആരംഭിച്ച ദൈവം പാതി വഴിക്കിട്ടേച്ച് പോകുന്ന ദൈവം അല്ല. ആരംഭിച്ച ദൈവം പൂർത്തീകരിക്കുന്ന ദൈവമാണ്. ദൈവാത്മാവ് ഇന്ന് രാത്രി നിങ്ങളോട് പറയുക. ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു, നീ തേരിനോട് ചേർന്ന് നടക്ക. സ്തോത്രം. തേരിനോട് ചേർന്ന് നടക്ക. ദൈവം നിന്നെ ചിലതിനോട് ചേർത്ത് നടത്തുന്നത്, ദൈവം നിന്നെ ചിലതുമായിട്ട് കണക്ട് ചെയ്ത് നടത്തുന്നത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നിന്നിൽ വെളിപ്പെടുത്താനായിട്ടാണ്. പരിശുദ്ധാത്മാവിന് 4 പ്രത്യേകതയാണുള്ളത്. സ്തോത്രം. അതിലൊരു പ്രത്യേകതയാ ആത്മാവിൻ്റെ ഏകീകരണം എന്ന് പറയുന്നത്. ഈ ആത്മാവിൻ്റെ ഏകീകരണം നടക്കുമ്പോൾ, സ്തോത്രം, ആത്മാവിൻ്റെ ഏകീകരണത്തിലാണ് ഈ 4 ദിക്കും, സ്തോത്രം, ഒന്നായിത്തീരുന്നത്. ആത്മാവിൻ്റെ ഏകീകരണത്തിൽ സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞ ഒരു വാക്കാ, നീ തേരിനോട് ചേർന്ന് നടക്ക. സ്തോത്രം. ദൈവാത്മാവിനാൽ ജനനം നടക്കുന്നത് പോലെ തന്നെ ദൈവാത്മാവിനാൽ നടക്കുന്ന ഒരു കാര്യമാണ് ഏകീകരണം എന്ന് പറയുന്നത്. ദൈവാത്മാവിന്റെ ഏകീകരണത്തെ പഠിക്കണമെങ്കിൽ 68-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വരണം. 68-ാം സങ്കീർത്തനത്തിന്റെ 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 68-ാം സങ്കീർത്തനത്തിന്റെ 25-ാം വാക്യം.
സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിമ്പിൽ നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. ഉണ്ടോ? ഒരു ഏകീകരണമാണ്. സംഗീതക്കാര് മുമ്പിൽ നടന്നു, വീണക്കാര് പിമ്പിൽ നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാര് ഇരുപുറവും നടന്നു. സ്തോത്രം. അത് വായിച്ചു വരുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന വേറൊരു കാര്യമുണ്ട്. അവരുടെ കൂട്ടത്തില് 27-ാം വാക്യം, അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനും യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സെബൂലൂൻ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരും ഉണ്ട്. അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനും യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സെബൂലൂൻ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരും ഉണ്ട്. ചെറിയ ബെന്യാമീൻ എന്ന് പറയുമ്പോൾ യാക്കോബിന്റെ ഇളയ മകനാ. ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായ ശൗലിന്റെ ഗോത്രമാ ബെന്യാമീൻ ഗോത്രം. അടുത്തത് യഹൂദ ഗോത്രം. ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായ ദാവീദിന്റെ ഗോത്രമാ. ശൗലും ദാവീദും തമ്മിൽ പൂർവ്വകാല വൈരാഗ്യമാണ്. അതുകൊണ്ട് തന്നെ ബെന്യാമീൻ ഗോത്രവും യഹൂദ ഗോത്രവും തമ്മിലും പൂർവ്വകാല വൈരാഗ്യമുണ്ട്. പക്ഷെ സിയോനിലെ ആരാധനയിൽ അവരെല്ലാവരും കൂടെ ഒന്നിച്ചു വരികയാണ്. സംഖ്യാപുസ്തകം 2-ാം അധ്യായം പഠിക്കുമ്പോൾ ഫ്രം ദെയർ ഓൺ പ്ലേസസ്, അവരവരുടെ സ്ഥലങ്ങളിൽ നിന്ന് സിയോനിലേക്ക് അവർ ഏകീകരിക്കപ്പെട്ടു വരിക. ബെന്യാമിന്റെയും യഹൂദയുടെയും അല്ല 12 ഗോത്രങ്ങളുടെയും നടുവിലായിട്ടാണ് സിയോനെ ദൈവം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4 ഗോത്രങ്ങളിൽ നിന്നും അവർ ഏകീകരിക്കപ്പെട്ടു വരുന്നത് ആ ചരിത്രം. നിങ്ങൾ ആ ഭാഗം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞു വിടാം. സംഖ്യാപുസ്തകം 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം മുതൽ 7-ാം വാക്യം വരെ വായിക്കേണ്ട, എഴുതിയെടുത്താൽ മതി. സംഖ്യ 2-ന്റെ 3 മുതൽ 7 വരെ വാക്യങ്ങളിൽ കിഴക്കു നിന്നൊരു കൂട്ടർ വരുന്നുണ്ട്. ആരൊക്കെയാ? യഹൂദയുണ്ട്, ഇസ്സാക്കാറുണ്ട്, സെബൂലൂനുണ്ട്. സംഖ്യ 2-ന്റെ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ തെക്കു നിന്ന് വേറൊരു ഗ്രൂപ്പ് വരിക. ആരൊക്കെയാ? രൂബേനും ശിമിയോനും ഗാദും വരിക. 2-ന്റെ 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ സംഖ്യ പടിഞ്ഞാറുന്ന് എഫ്രൈമും മനശ്ശെയും ബെന്യാമീനും വരിക. 2-ന്റെ 25 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ വടക്ക് നിന്ന് ദാനും ആശേറും നഫ്താലിയും വരിക. സ്തോത്രം. ഈ 4 ഗ്രൂപ്പും കൂടെ സമാഗമന കൂടാരത്തിന്റെ ചുറ്റും വന്ന് എന്ത് ചെയ്യുക? പാളയിറങ്ങുക. അപ്പൊ ഒന്നോർത്തോണം ഈ കിഴക്കുന്ന് ആരൊക്കെയാ വരുന്നത്? കിഴക്കുന്ന് യഹൂദ, ഇസ്സാക്കാറും സെബൂലൂൻ. പടിഞ്ഞാറുന്നാരാ? എഫ്രൈമും മനശ്ശെയും ബെന്യാമീനും. അപ്പം കിഴക്കൂന്ന് വരുന്ന യഹൂദയും പടിഞ്ഞാറൂന്ന് വരുന്ന ബെന്യാമീനും സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ കൂട്ടിമുട്ടുക. അങ്ങനെ കൂട്ടിമുട്ടുമ്പോഴത്തേല് അവര് പൂർവകാല വൈരാഗ്യങ്ങളും ഇന്നലത്തെ നിരാശകളും എല്ലാം മറന്ന് അങ്ങോട്ട് ആരാധിക്കുമ്പോൾ അവരുടെ ഇടയിൽ ഒരു കാര്യം നിറവേറുക. എന്താ നിറവേറുന്നതെന്നറിയോ? 20-ാമത്തെ വാക്യമാണ് നിറവേറുന്നത്. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളതാകുന്നു. 68-ന്റെ 1-ാം വാക്യം, ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ പ്രിയപ്പെട്ടവരെ ചിതറിപ്പോകുന്നു. അപ്പം 4 സൈഡും കൂടെ ഏകീകരിക്കപ്പെട്ട് ദൈവത്തെ ആരാധിക്കാനായിട്ട് അങ്ങോട്ട് ഒന്നിച്ച് നിൽക്കുമ്പോഴത്തേന് സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ദൈവം എഴുന്നേൽക്കുക. അവരുടെ സ്വസ്ഥതയ്ക്കെതിരെ ശബരാരക. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഈ ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താതെ പഴിചാരാതെ 4 സൈഡിൽ നിന്നും അങ്ങോട്ട് ആരാധിക്കാനായിട്ട് ദൈവസഭ അങ്ങോട്ട് ഏകീകരിക്കപ്പെട്ടാൽ ദൈവം എഴുന്നേക്കുന്നു. ശത്രുക്കൾ ചിതറിപ്പോകുന്നു. നമ്മുടെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാകുന്നു. അങ്ങനെയാണെങ്കിൽ ശക്തമേറിയ ഉദ്ധാരണങ്ങൾ നടക്കാൻ പോവാ. ശക്തമേറിയ ദൈവപ്രവർത്തികൾ നടക്കാൻ പോവാ. ശക്തമേറിയ അത്ഭുതങ്ങൾ നടക്കാൻ പോവാ. ഞാൻ ഇനി വാക്കുകളെ അധികരിക്കുന്നില്ല. എന്നെ വെയിറ്റ് ചെയ്ത് കുറെ പേര് നിൽക്കുക അടുത്ത മീറ്റിങ്ങിന് പോകാനായിട്ട്.
അതുകൊണ്ട് പിന്നെ 5 മിനിറ്റ് കൂടെ ഞാൻ കൂടുതൽ എടുത്തത് ഈ ദൂത് ദൈവാത്മാവ് തന്നതുകൊണ്ട്. സ്തോത്രം. ദൈവം ഒരു ഉദ്ധാരണം ഒരുക്കുന്നു, ദൈവം ഒരു അനുഗ്രഹം ഒരുക്കുന്നു. അതർ സൈഡ് ഓഫ് യുവർ ലൈഫ് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതത്തെ ചെയ്യുന്ന ദിവസങ്ങൾ. വിശ്വസിക്കുന്ന ദൈവമക്കളെ കര ഉയർത്തി ദൈവത്തിൽ നിന്ന് സ്തോത്രം ചെയ്താട്ട്. യെസ്, ലെറ്റ് us go to the other side of your life. ദൈവം ഒരുക്കുന്ന അത്ഭുതത്തെ അനുഭവിച്ച് യാത്ര തുടരാം. കർത്താവ് വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ.